ഞങ്ങളെ അവിടെയിടങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച ഈ റാലി ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു. പല സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ദേവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഷെയർ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം നമ്മുടെ കർത്താവിനെ അറിയുവാൻ ചിലർ ഇറങ്ങണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്. നമ്മുടെ 190 വർഷത്തോളം നമ്മുടെ രാജ്യം അടിമത്തത്തിന്റെ കീഴിലായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടിട്ട് ഇന്ന് 80ാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്, സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ അടിമത്തത്തിന്റെ ഉരുക്ക് ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി അനേക മഹാന്മാർ അവരുടെ ജീവിതം വരെ അതിനുവേണ്ടി ത്യജിക്കേണ്ടി വന്നു. ഇതിന്റെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒത്തിരി കടന്നു വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഒരു മനുഷ്യനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നുവെന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ഈ ലോകത്തിൽ സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമുക്ക് ഈ ലോകത്തിന് അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നിത്യമായ ജീവിതം. ഈ ലോകത്തിൽ നമ്മുടെ പരദേശ പ്രയാണത്തിന്റെ കാലം കുറച്ച് സംവത്സരം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ പറ്റി പറയുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ ജീവിതത്തെ അവിടെ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിൽ കൂടി കടന്നു പോകുന്ന അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ജീവനിലേക്കുള്ള വഴി കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിനെ അറിഞ്ഞ് ജീവനിലേക്കുള്ള വഴിയിൽ പോകേണ്ട ഒരേ ഒരു മാർഗം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവ് യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവന്റെ വഴിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ എല്ലാം നേടിയാലും നമ്മുടെ നിത്യജീവനെ നഷ്ടമാക്കിയാൽ നമുക്ക് ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും ജീവിക്കും. നമ്മൾ ജീവിതത്തിലേക്കുള്ള വഴി കണ്ടെത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ കുറെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ മരണശേഷം അത് എന്ത് ചെയ്യുന്നു നമ്മളൊന്നും അറിയുന്നില്ല. ഒരു മനുഷ്യനും തന്റെ ബഹുമാനത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത് ബഹുമാനങ്ങളോ എന്ത് സമ്പത്തോ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം ഒരു ദിവസം വിട്ടിട്ട് നമ്മൾ മടങ്ങി വരാത്തൊരു യാത്ര പോകും. അതിനപ്പുറത്താണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ യുഗങ്ങൾ നമ്മൾ കർത്താവിനോടൊപ്പം വസിക്കേണ്ടവരാണ്. നമുക്കറിയാം, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത്. മരുഭൂമിയിൽ ജനങ്ങൾ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് ജനങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കിടന്ന് നെടുവേർപ്പിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുവാൻ. നമ്മൾ ഇങ്ങനെ ഉയർത്തി കാണുന്നു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ആ പിച്ചള സർപ്പത്തെ പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ലോകത്തിൽ ഉയർത്തി കാണിക്കുന്നത്. നമ്മുടെ കർത്താവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവല്ലാതെ നമുക്ക് വേറൊരു മധ്യസ്ഥനുമില്ല. ഇന്ന് അനേകരുടെയും ഹൃദയവും കണ്ണും കുരുടാക്കിക്കൊണ്ട് അവരുടെ നിത്യത നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഈ സഹോദരിമാരും ഞങ്ങളുടെ ഈ ദേവദാസന്മാരും ഒക്കെ ഈ കവലയിൽ വന്ന് ഇങ്ങനെ ഞങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം, ഈ വചനം കേൾക്കുന്ന ചിലരെങ്കിലും അവർ ദൈവരാജ്യത്തിൽ കാണണം. നമ്മളെല്ലാ കാര്യവും നമ്മൾ നേടിയിട്ട്, ഞാൻ പറയുന്ന ഈ ലോകത്തിൽ ഒരു സമ്പന്നനായിട്ട് ഈ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്തിൽ ഒരു യാചകനായിട്ടോ ദരിദ്രനായിട്ടോ ജീവിച്ചിട്ട് നീ സ്വർഗത്തിൽ പോകുന്നതാണ്. കാരണം ഈ ലോകത്തിലെ ജീവിതം അല്പകാലമേ ഉള്ളൂ. നൊടിയിടത്തേക്ക് നമ്മുടെ ലഘുവായ കഷ്ടം അത് തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നിത്യതയാണ് നമ്മുടെ ഏറ്റവും വലുത്. നമ്മുടെ കർത്താവിന്റെ വരവ് അല്ലെ നമ്മുടെ മരണം, അത് നമ്മളെല്ലാവരും ജീവിതത്തിൽ അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ. അതിനു മുൻപായിട്ട് നമ്മൾ തീർച്ചയായും ഈ രക്ഷിതാവിനെ നമ്മൾ അറിയണം. ഇന്ന് അനേകം കർത്താവ് യേശുവിനെ അറിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും
അവരറിയുന്നില്ല. അന്ന് യേശു പോയപ്പോൾ യേശുവിന്റെ കൂടെ യാത്ര ചെയ്തവര് മാതാപിതാക്കൾ യേശുവിനെ കൂടാതെ അവരങ്ങ് യാത്ര ചെയ്തു. അവര് ചിന്തിച്ചു യേശു കൂടെ ഉണ്ടെന്ന്. എന്നാൽ യേശു അവരുടെ കൂടെ ഇല്ലായിരുന്നു. അവർ ചിന്തിച്ചു. ഇന്നും നമ്മുടെ പോക്കെന്ന് പറഞ്ഞാൽ യേശു കൂടെ ഉണ്ടെന്ന് ചിന്തിച്ച് നമ്മളങ്ങ് യാത്ര ചെയ്യുകയാണ്. പക്ഷെ യേശു നമ്മുടെ കൂടെ ഇല്ല. യേശു ഇല്ലാത്തൊരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം. നമ്മളൊന്ന് അല്പം ഇരുന്നത് ചിന്തിക്കണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? ഇനി ഞാൻ മരിച്ചാൽ ഞാൻ നിത്യതയിൽ പോകുമോ? ഇനി ഞാൻ മരിച്ചാൽ ഇതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്. അത് ഞാൻ എവിടെ കഴിക്കും? യാതനാ സ്ഥലത്താണോ? നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും ഒരു പ്രയോജനമില്ല. ഒരു വാഴ വെട്ടിയിട്ട് അതിന്റെ ചോട്ടിൽ നമ്മൾ വളമിട്ട് കൊടുക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഇന്ന് കേട്ട വചനം നമ്മൾ ഒരു മുൻവിധി കൂടാതെ നമ്മളൊന്ന് കേൾക്കണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ നമ്മുടെ നിത്യത നമ്മുടെ എവിടെയാണ്? നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, അത് ഈ ലോകത്തിൽ. എന്നാൽ ഇതിനപ്പുറം നമ്മുടെ യുഗായുഗങ്ങൾ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം എപ്പോഴും നമ്മുടെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി ഈ നാട്ടിലുള്ള ആളുകളെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആരും ഞങ്ങളുടെ നിത്യത നഷ്ടമാക്കരുത്. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. വിശ്വാസത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. അനേകം ചോദിക്കും, ആരാണ് സ്വർഗത്തിൽ പോയി കണ്ടിട്ടുള്ളത്? ആരാണ് സ്വർഗപ്പെട്ടെന്ന് പറഞ്ഞത്? എന്നാൽ വിശ്വാസ ജീവിതമാണ്. അബ്രഹാം വിശ്വാസാൽ യാത്ര പുറപ്പെട്ടു, തനിക്കുള്ളതെല്ലാം വിട്ട് യാത്ര പുറപ്പെട്ടു. അതുപോലെ നമ്മൾ ഒരു വിശ്വാസത്താൽ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഈ യാത്ര നമ്മൾ അന്ത്യത്തോളം നമ്മൾ മുൻപോട്ട് പോകണം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്. ലോക സംഭവങ്ങളതിന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധശ്രുതികളും രാജ്യത്തോടും ജാതിയോടും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാ ആരംഭം എന്ന് പറഞ്ഞാൽ ഈറ്റിനോവിന്റെ ആരംഭമാണ്. ഒരു പ്രസവവേദന വരുന്ന സ്ത്രീക്ക് വേദന വരാതിരിക്കാനുള്ള മരുന്ന് ആരും കൊടുക്കത്തില്ല. വേദന വരാനുള്ള മരുന്ന്. ഇതുപോലെ തന്നെ ഈ ലോകം ഒരു ഈറ്റുനോവിന്റെ ആരംഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈറ്റുനോവ് ഇനി കുറയത്തില്ല. ഇതൊരു പുതിയ യുഗം പിറക്കാൻ പോവുകയാണ്. ഈ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും.